ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥയുടെയൊക്കെ ശാന്തതയിൽ നമുക്കിന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കത്തക്കവണ്ണം കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ ആദ്യത്തെ കാര്യമാണ്, അതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പോയി പ്രസംഗിക്കണം എന്നുള്ളതായ കൽപ്പനയുടെ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. പോയി പ്രസംഗിക്കണം എന്നുള്ള നിയോഗത്തിൽ 4 പ്രസംഗ വിഷയങ്ങൾ കർത്താവ് നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അതിൽ 4-ാമത്തെ കാര്യമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. മാനസാന്തരപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് കർത്താവ് വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്ന് പല സത്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തു. പ്രത്യേകിച്ചും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് 3 സത്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസിദ്ധമായ പ്രസംഗമാണത്. ആ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ വലിയ വിളംബരമാണ് ദൈവത്തിൻ്റെ ദാസൻ നൽകുന്നതായിട്ട് നമ്മൾ കണ്ടത്. പാപമോചനം എല്ലാവർക്കുമുള്ളതാണ് എന്നുള്ളതായ കാര്യം നമ്മളവിടെ വിശദമായിട്ടും ഓർത്തു. 2-ാമത്തെ കാര്യവും നമ്മൾ ചിന്തിച്ചായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം മൂലമാണ് പാപമോചനം എന്നുള്ളത് ആ പ്രസംഗത്തിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ദാസൻ വ്യക്തമാക്കുകയായിരുന്നു. 3-ാമത്തെ കാര്യവും ഞാൻ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. വിശ്വാസത്താലാണ് പാപമോചനം എന്നുള്ളതായ ആ വലിയ സത്യവും 10-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചതായ കാര്യം, ഈ പാപമോചനം അത് വിശ്വാസത്താൽ സാധിക്കുന്നു എന്നുള്ളത് ഏറെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. നമുക്കറിയാം, പ്രവൃത്തിയാൽ പാപമോചനം ലഭിക്കയില്ലെന്ന് കൊർന്നല്യോസിൻ്റെ ജീവിതം തന്നെ തെളിയിക്കുകയാണ്. കാരണം കൊർന്നല്യോസിനെ പോലെ നല്ല പ്രവൃത്തികൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്തിരുന്ന ആളുകളെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ പരമാർത്ഥതയോടുകൂടിയാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട്, കൊർന്നല്യോസ് ഒരു സത്യാന്വേഷിയായിരുന്നു എന്നുള്ളതുകൊണ്ട്, ആ സത്യമായ സുവിശേഷത്തിൻ്റെ സന്ദേശം കേൾക്കത്തക്കവണ്ണം ദൈവം അസാധാരണമായൊരു സാഹചര്യം കൊർന്നല്യോസിന് ഒരുക്കി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. അവിടെ നമുക്കത് ഒരു കാര്യം ഓർക്കാം. ഒരാൾ വളരെ പരമാർത്ഥതയോടു കൂടിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത് എന്ന് വരികിൽ, പോകുന്ന വഴികൾ പെശകാണെങ്കിലും ശരിയായ വഴി അറിയാനുള്ള അവസരം ദൈവം കൊടുക്കും. ലോകത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ലോകം പൊതുവെ പറയുന്നത് ഏത് വഴി പോയാലും ദൈവം അത് സ്വീകരിച്ചോളും എന്നുള്ളതായ വിശ്വാസമാണ്
വ്യാപകമായിട്ടും നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്യമാണ് പലരും പറയുന്നത്. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും എന്നുള്ളതായ ആ ചിന്താഗതിയിലൂടെ അനേകർ വഴിതെറ്റിപ്പോകുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. പക്ഷേ ഈ ചരിത്രം വ്യക്തമാക്കുന്നതായ സത്യം, ദൈവം ഒരാളുടെ പരമാർത്ഥ ഹൃദയത്തെ അറിയും. അവന് സത്യമായ വഴി അറിയാനുള്ള അവസരമൊരുക്കും. അതെത്ര മനോഹരമായിട്ടാണ് കൊർന്നല്യോസിനും തൻ്റെ ഭവനത്തിലുള്ളവർക്കും ഒരുക്കപ്പെട്ടത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ ഈ സത്യം ഊന്നിപ്പറയുകയാണ്. പാപമോചനം പ്രവൃത്തികളാലല്ല, പിന്നെയോ വിശ്വാസത്താലാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യത്തിൻ്റെ സാക്ഷ്യം മഹാനിയോഗ നിർവഹണത്തിൽ ഏറ്റവും കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കണം. സുവിശേഷം സ്വീകരിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ തടസ്സം വിശ്വാസമാർഗമാണെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. കാരണം നല്ല പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അതാർക്കും വിരോധമുള്ളൊരു ഉപദേശമായിട്ട് ഇരിക്കുന്നില്ല. എന്നാൽ കേവലം വിശ്വാസത്താൽ ഏതു പാപിക്കും പാപമോചനം ലഭിക്കും, സ്വർഗത്തിൽ പോകാം എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യന് എഴുതുമ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മം ആളുകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ മർമ്മം ഇതാണെന്ന് പലരും പറയാറുണ്ട്. കാരണം വിശ്വാസത്താൽ ഏത് പാപിക്കും ഈ കൃപയിലേക്ക് വരാം എന്നുള്ളതായ കാര്യം ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ സത്യം പ്രസംഗിക്കുമ്പോഴും ദൈവം ഹൃദയങ്ങളെ തുറക്കുവാൻ ഇടയായിട്ട് തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പ്രസംഗകനല്ലായിരുന്ന ഒരു സഹോദരൻ്റെ കൂടെ ഞാനൊരു 6 മാസക്കാലം സുവിശേഷ പ്രവർത്തനത്തിൽ ഒരുമിച്ച് താമസിച്ച് പ്രവർത്തിക്കുവാനിടയായിട്ട് തീർന്നിരുന്നു, PX ജേക്കബ്സോൻ്റോട്. അപ്പോൾ അദ്ദേഹം സാധാരണ പറയുന്നതായ ഒരു ഇല്ലസ്ട്രേഷൻ, അത് ഞാനും പലപ്പോഴും പറയാറുണ്ട്. ഒരു മിഷനറി കേരളത്തിൽ വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ താൻ സുവിശേഷം തനിക്ക് വളരെ സ്നേഹമുള്ള തൻ്റെ ഒരു അയൽവാസിയോട് സാധാരണ പറയുമായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് ജീവിക്കുന്നൊരു അയൽവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സുവിശേഷം പറയുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം, കേവലം വിശ്വാസം കൊണ്ട് ഏത് പാപവും മോചിക്കപ്പെടും എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. പ്രവൃത്തിയാൽ രക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ പ്രയാസമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ദാനമായി കിട്ടുന്നതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്, അത് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഈ മിഷന് തൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തോട് യാത്ര പറയാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു സമ്മാനം ഇദ്ദേഹത്തിന് കൊടുത്തു. ഒരു മുത്താണ് കൊടുത്തത്. അപ്പോൾ ഈ മുത്ത് ഒരു ദാനമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മിഷണറി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് ദാനമായിട്ട് ഇത്രയും വിലയേറിയൊരു മുത്ത് സ്വീകരിക്കാൻ പ്രയാസമാണ്, വില തന്നാണെങ്കിൽ പിന്നെയും സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയസ്പർശകമായിരുന്നു. ഈ മുത്തിന് വില കൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. എൻ്റെ മകൻ്റെ ജോലി കടലിൽ മുങ്ങി മുത്തുകൾ ശേഖരിക്കുന്നതായിരുന്നു.
അവൻ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന മുത്താണിത്. ആ ജോലിയിൽ അവൻ്റെ ജീവനും നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം അതുകൊണ്ട് ഇതിനെങ്ങനെ വില കൽപ്പിക്കാനായിട്ട് സാധിക്കും? നമ്മളവിടെയാണ് ഈ ദേവദാസനായ അനേക നാളുകൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സത്യം വെളിപ്പെടുത്തിയത്. ഒരു പാപി വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പാപമോചനം കിട്ടുന്നു എന്നുള്ളത് ഈ രക്ഷ വിലയില്ലാത്തതുകൊണ്ട് അല്ല, പിന്നെയോ സ്വർഗത്തിലെ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായിട്ട് തന്ന് ഒരുക്കിയ രക്ഷയാണ്. ഇതെങ്ങനെ പ്രവൃത്തിയാൽ നേടാനായിട്ട് സാധിക്കും? ഇതിന് വില കൊടുക്കാൻ ആർക്ക് കഴിയും? ദൈവ ദാനമായിട്ട് നൽകുകയാണ് എന്നുള്ള സുവിശേഷത്തിൻ്റെ സത്യം അദ്ദേഹം വ്യക്തമാക്കി എന്ന് ഈ ദൈവദാസൻ കൂടെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു പാപി ലളിതമായ വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് വരുന്നു എന്നുള്ളത് ഇത് വില കുറഞ്ഞ മാർഗമായതുകൊണ്ടല്ല, വിലയേറിയ മാർഗമായതുകൊണ്ടാണ്. ഒന്നുകൊണ്ടും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവണ്ണം വിലയേറിയതായ രക്ഷയാണ് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പാപി വിശ്വാസത്താൽ രക്ഷയിലേക്ക് വരുന്നു, കൃപയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതിൻ്റെ മഹത്വമാണ് ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാന്ദർഭികമായിട്ട് ഓർത്തായിരുന്നു, വിശ്വാസമാർഗത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ ഒരു പാപിക്ക് ഈ കൃപയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മഹത്വത്തിലാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഒരു പാപി അർപ്പിക്കുന്ന ഏറ്റവും ലളിതമായ വിശ്വാസത്താൽ പാപത്തിൻ്റെ മോചനം നൽകി അവനെ രക്ഷയുടെ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുന്നു എന്നുള്ള സത്യം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴും ഏറ്റവും കാതലായ ഈ സത്യം വെളിപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാചകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് പിന്നെ സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കൊടുത്ത നിയോഗത്തിൻ്റെ വാക്യങ്ങളോട് അതിന് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം നമുക്ക് ഒറ്റ കേൾവിയിൽ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എങ്കിലും ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്ന ഈ വാക്കുകളുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. വായിച്ചാട്ടെ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവ് പോയി പ്രസംഗിക്കാൻ ഈ വിഷയങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ എവിടെ എഴുതപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളത് പറയുന്നുണ്ട്. ഇത് എഴുതപ്പെട്ടു എന്ന് മാത്രമല്ല, എവിടെയൊക്കെ എഴുതിയെന്നുള്ളതും കർത്താവ് പറയുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ 4 പ്രസംഗ വിഷയങ്ങൾ കർത്താവ് നൽകുന്നതും എഴുതപ്പെട്ട വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ എഴുതപ്പെട്ട വചനങ്ങളിലൂടെ
നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സത്യങ്ങളുടെ പ്രാധാന്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരു കാര്യം ഇവിടെ കൽപ്പനയായിട്ട് തന്നെ നൽകുമ്പോൾ എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമാക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ കർത്താവ് വളരെ കാതലായ പല സത്യങ്ങളും എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്, അതുകൊണ്ട് അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മത്തായി 19:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ എഴുതിയ തിരുവെഴുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറൊരു വേദഭാഗവും കൂടെ ഞാനൊന്ന് പരാമർശിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പിശാച് പരീക്ഷിക്കുന്നതായ ചരിത്രം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഓരോ പരീക്ഷയിലും കർത്താവ് ഉത്തരം പറയുന്നത് വചനം ഉദ്ധരിച്ചാണ്. വചനം ഉദ്ധരിക്കുന്നത് മാത്രമല്ല, ഇത് എഴുതപ്പെട്ട വചനമാണെന്നുള്ളത് പ്രത്യേകിച്ച് പിശാചിനോട് പോലും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒടുവിലത്തെ പരീക്ഷയിൽ പിശാച് എന്തുദ്ധരിക്കുകയാണ്? വചനം ഉദ്ധരിക്കുകയാണ്. വചനം ഉദ്ധരിച്ചാണ് 3-ാമത്തെ പരീക്ഷ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കുകയാണ്, ഈ എഴുതപ്പെട്ട വചനം അത് വളരെ കൃത്യമായി പരിശോധിച്ച് സൂക്ഷ്മതയോടുകൂടി അറിയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പ്രതിപാദനത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വേറൊരു വേദഭാഗത്തു നിന്ന് നമ്മൾ നേരത്തെ ഇത് ഓർത്തായിരുന്നല്ലോ. ആദ്യത്തെ പ്രസംഗത്തിൽ, പെന്തക്കോസ്ത് നല്ല പ്രസംഗത്തിൽ, അവിടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തന ഭാഗത്ത് നിന്ന് വിശദമായി ആ വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ അന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴും സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഈ നിയോഗം കൈമാറിയപ്പോൾ ഈ സത്യങ്ങൾ ഉദ്ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സത്യങ്ങൾ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്ത് ഓർപ്പിക്കട്ടെ, ദൈവം രേഖപ്പെടുത്തി തന്നിരിക്കുന്ന വചനങ്ങൾ നമുക്ക് അതുപോലെ ആചരിച്ച് പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ കർത്താവ് ഈ സത്യം എടുത്ത് പറയുന്നുണ്ട്. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും. മത്തായി 5:19. മറുവശം പറയുന്നുണ്ട്, അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ്റെ ഈ പ്രസംഗത്തിലും തൻ്റെ ഗുരുനാഥൻ്റെ ചുവട് പിടിച്ച് എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചാണ് ഈ വലിയ നിയോഗം കൈമാറുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയട്ടെ. ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസിദ്ധമായ 2 പ്രസംഗത്തിലും ഈ മനോഹരമായ മാതൃക നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. 2 തിമോഥെയോസ് 4:2 എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വചനം പ്രസംഗിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് നൽകിയ മഹാനിയോഗം നിർവഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നു.
ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഒന്ന് ചേർത്ത് പറഞ്ഞ് ഈ പാഠം ഇന്ന് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പാപമോചനം പ്രവൃത്തികളാൽ ലഭിക്കും എന്നുള്ളത് വ്യാപകമായൊരു ഉപദേശമാണ്, ഒത്തിരി പേർക്ക് സ്വീകാര്യമായ ഉപദേശമാണ്. അതിൻ്റെ ഒരു സമകാലീന വേർഷൻ നമ്മളൊരിക്കലും ഓർക്കാറുണ്ടല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് ഇതിൻ്റെ ഒരു പുതിയ വേർഷനായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പ്രവൃത്തികളാൽ രക്ഷ ലഭിക്കും, പാപമോചനം ലഭിക്കും എന്നുള്ളതായ ആ വിശ്വാസം ആദ്യ നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം ഏറ്റവും ഗുരുതരമായൊരു ദുരുപദേശമാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചോട്ടെ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാനായിട്ട് പാടില്ല. അതിനെ അങ്ങനെ ലാഘവപ്പെടുത്തി സംസാരിക്കാനും പാടില്ല. കാരണം പ്രവൃത്തികളാൽ രക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ളതായൊരു ദുരുപദേശമാണ്. ഇത് നമ്മൾ ഈ സീരീസിലാണോ പലപ്പോഴും ഓർത്തിട്ടുള്ള, റോമാലേഖനം പഠിച്ചപ്പോഴൊക്കെ ഓർത്തിട്ടുള്ളതായൊരു വാക്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് ദുരുപദേശമാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാതലായ കാരണം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ, ഓർക്കുണ്ടോ ബാക്കി, ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പാപം ചെയ്യരുത്, നല്ലത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുകയാണ്, ന്യായപ്രമാണത്താൽ ഒരു പാപി നീതീകരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തു വേണ്ടായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ മരണം വേണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ല പ്രവൃത്തികളാൽ രക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നിരർത്ഥകമാണെന്ന് പറയുന്ന ഉപദേശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയ ദുരുപദേശം വേറെ എന്താണ് ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലത് പ്രവർത്തിച്ചോട്ടെ, ആളുകൾ ആ വഴി പോണവർ പൊക്കോട്ടെ എന്ന് വിചാരിക്കാവുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് പിശാച് അനേകരെ ഈ വഴിയിൽ നിത്യനരകത്തിലെത്തിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ളതായ സത്യമാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് പാപമോചനം എന്നുള്ളത് നമ്മൾ വളരെ ഖണ്ഡിതമായും പറയാൻ ഇടയായിട്ട് തീരും. അപ്പോൾ തന്നെ വിശ്വാസമാർഗത്തിൻ്റെ അടിസ്ഥാനവും പറയും. അടിസ്ഥാനം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഒരു റെഫറൻസ് എഴുതിയിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിലാണ് വിശ്വാസമാർഗത്തിൻ്റെ അടിസ്ഥാനം അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രായശ്ചിത്ത മരണം മാറ്റി നിർത്തിയാൽ വിശ്വാസമാർഗത്തിന് അടിസ്ഥാനമില്ല. അപ്പോൾ വിശ്വാസമാർഗത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വാസമാർഗത്തെ ഊന്നിപ്പറയുന്ന കൂട്ടത്തിൽ ഈ പ്രായശ്ചിത്ത മരണത്തിൻ്റെ മഹത്വവും വെളിപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കുറിപ്പോടെ പറഞ്ഞ് ഞാനിതങ്ങ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. വിശ്വാസമാർഗമാണ് സയുക്തികമായ മാർഗം. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതായ കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിൽ വീണത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും അവിശ്വസിച്ചാണ് മനുഷ്യൻ പാപിയായിട്ട് തീർന്നത്. ഈ പഴം പറിച്ച് തിന്നു എന്നുള്ളത് അവിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു പ്രവൃത്തി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം കൊടുത്ത കൽപ്പനയെ അവിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ച് ആരെ വിശ്വസിച്ചു? പിശാചിനെ
വിശ്വസിച്ചു. പിശാച് പറഞ്ഞ ആ വാക്കുകളെ വിശ്വസിച്ചാണ് പാപത്തിൽ വീഴുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവിശ്വാസത്താൽ പാപത്തിലകപ്പെട്ട മനുഷ്യന് വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ പാപത്തിൻ്റെ മോചനം പ്രാപിച്ച് ദൈവത്തിങ്കലേക്ക് വരാം എന്നുള്ളതാണ് വിശ്വാസമാർഗത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പാപത്തിൻ്റെ മോചനം വിശ്വാസത്താലാണ് എന്നുള്ളത് അപ്പോസ്തലന്മാർ ആവർത്തന വിരസത കൂടാതെ വ്യക്തമാക്കിയ സത്യം നമുക്കും വ്യക്തമാക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസമാർഗത്തിൻ്റെ വലിയ വിളംബരമാണ് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം. പ്രവൃത്തികളാൽ രക്ഷ കിട്ടുകയില്ല എന്നുള്ളതിൻ്റെ വിളംബരമാണ് പ്രവൃത്തികൾ ദിവസം 10-ാം അധ്യായം. കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പ്രസംഗവും കാര്യങ്ങളുമൊക്കെ പ്രവൃത്തികളാൽ ആർക്കും രക്ഷ കിട്ടുകയില്ല എന്നുള്ളതിൻ്റെ വിളംബരമാണ്. ലൂക്കോസ് 21:43 വിശ്വാസമാർഗത്തിൻ്റെ വിളംബരമാണ്. ഒരു മഹാപാതകനായ മനുഷ്യൻ, ക്രൂശിക്കപ്പെട്ടൊരു കള്ളൻ, ഒരു സൽപ്രവൃത്തിയും കൂടാതെ ഏറ്റവും ലളിതമായ വിശ്വാസം നമ്മുടെ കർത്താവിൽ അർപ്പിച്ച് പാപമോചനത്തിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്ക് വന്നു. നമുക്ക് ആ വാക്യം നന്നായിട്ട് അറിയാം. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഈ കള്ളൻ്റെ പിന്നാലെ കോടിക്കണക്കിന് പാപികൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പറുദീസയുടെ ഈ അർഹരായിട്ട് തീർന്നിട്ടുണ്ട്. കേവലം വിശ്വാസമാർഗത്തിൽ ഒരു പ്രവൃത്തിയും കൂടാതെ ഈ അത്ഭുതകരമായ കൃപയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രസംഗിക്കാനുള്ള കാതലായ വിഷയം ഇതാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പാപമോചനം ലഭിക്കും. നിത്യനരകത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തി പറുദീസയ്ക്ക് അർഹനായിട്ട് തീരും എന്നുള്ളത് സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ ഏറ്റവും കൃത്യമായി ആവർത്തന വിരസത കൂടാതെ പ്രസംഗിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ പാഠം അവസാനിപ്പിക്കട്ടെ. പാപമോചനം അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായൊരു അനുഭവമാണ്. ഏത് കൊടിയ പാപിക്കും അവൻ്റെ എല്ലാ പാപങ്ങളുടെയും ശുദ്ധീകരണം ലളിതമായ വിശ്വാസത്താൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. അവൻ എങ്ങോട്ട് പോകും? മരിച്ചാൽ എങ്ങോട്ട് പോകും? അവൻ സ്വർഗത്തിലേക്ക് പോകും. വേറെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ലളിതമായിട്ടുള്ള ഈ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിത്യനരകത്തിൽ പോകേണ്ട ഒരു പാപി സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ മഹത്വമായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു മറുവശവും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. പാപമോചനം പ്രാപിച്ച് ഇവിടെ ജീവിക്കുന്ന വ്യക്തി, ക്രൂശിലെ കള്ളനെ പോലെ എല്ലാവരും ഉടനെ മരിക്കുകയല്ലല്ലോ. ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക്, പാപമോചനം പ്രാപിച്ച ആളുകൾക്ക് പാപത്തിന്മേൽ വിജയം വരിച്ച് വിശുദ്ധരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പാപമോചനം എന്ന് പറയുന്ന അനുഭവം എന്തൊരു മനോഹരമായിട്ടുള്ള അനുഭവമാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാം. 2 റെഫറൻസ് എന്ന് എഴുതിയിട്ടുള്ളൂ. യോഹന്നാൻ 5:14 കർത്താവ് ആ 38 വർഷം രോഗിയായി കിടന്നയാളെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ വാക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുണ്ട്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. 8:11 നമ്മൾ ചേർത്ത് ഓർക്കാറുണ്ട്. പോക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അവർക്കൊക്കെ വലിയ മോചനം കിട്ടി. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി പാപം
ചെയ്യരുത്. അപ്പോൾ ഇനി പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കത്തക്കവണ്ണം ഒരു സാധാരണ മനുഷ്യനെ ഒരുക്കുന്ന അടിസ്ഥാന അനുഭവം കർത്താവ് നൽകുന്ന പാപമോചനമാണ്. ഈ പാപമോചനം എന്ന് പറയുന്നത് എന്തോ ഒരു മഹത്തരമായൊരു അനുഭവമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അനേകരെ പിശാചി വഴിയിൽ വഴിതെറ്റിക്കുകയാണ്. നമ്മൾ സുവിശേഷമായി സന്ധിക്കുന്ന അനേകർക്കിത് മനസ്സിലാകാതിരിക്കത്തക്കവണ്ണം പിശാചൊരുക്കുന്നൊരു കണി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വസിക്കുന്നവർക്ക് പാപത്തിൻ്റെ മോചനം കിട്ടുമെന്ന് നമ്മൾ പറയുമ്പോൾ ഞങ്ങളിത് വിശ്വസിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ പാപം ഏറ്റുപറയുകയും മോചനം പ്രാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് എത്രയോ പേർ നമ്മോട് ഉത്തരം പറയുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പ്രാപിക്കേണ്ട പാപമോചനത്തിൻ്റെ മഹത്വം മനസ്സിലാകാൻ ഇടയാകാതെ ജീവിതത്തിൽ തുടർമാനമായിട്ട് പാപമേറ്റ് പറഞ്ഞു കിട്ടുന്ന പാപമോചനമാണെന്ന് ആളുകളെ പിശാച് തെറ്റിദ്ധരിപ്പിച്ച് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സത്യം അതിൻ്റെ ഏറ്റവും കൃത്യമായ നിലയിൽ പ്രസംഗിക്കുവാൻ, വെളിപ്പെടുത്താൻ ഉള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ലഭിക്കുന്ന പാപമോചനം ജീവിതത്തിൽ ഒരിക്കലായി ലഭിക്കേണ്ട അടിസ്ഥാനപരമായ അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പോയി പ്രസംഗിക്കുക എന്നുള്ളത് എത്രയോ സൂക്ഷ്മതയോടെ, എത്രയോ കൃത്യതയോടെ നിർവഹിക്കേണ്ടിയ ഉത്തരവാദിത്തമാണ്. ഇതിൽ വ്യതിചലനം വരുന്നില്ലെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം. വ്യതിചലനം വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി നമ്മുടെ തലക്കെട്ടിൽ നാം ഓർക്കുന്ന പോലെ മഹാനിയോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ അതിൻ്റെ കൃത്യതയിലേക്ക് മടങ്ങി വന്ന് അത് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മഹാനിയോഗത്തിലുള്ള രണ്ടാമത്തെ കാര്യത്തിലേക്കൊന്ന് പ്രവേശിച്ച് നിർത്താം എന്ന് കരുതുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി വിശദമാക്കാതെ കുറച്ച് സംക്ഷിപ്തമായി പറയാം എന്ന് കരുതുകയാണ്. സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കണം. വളരെ പരിചയമുള്ള രണ്ട് വാക്യങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഈ നിയോഗം പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന് 47 വരെയാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. 48-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. നിങ്ങൾ ഓർക്കണ്ടോ അത്? ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ ഏതിനെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ കാര്യത്തിന് നിങ്ങൾ പ്രസംഗകർ മാത്രമല്ല, പിന്നെ നിങ്ങൾ സാക്ഷികളാണ്. അപ്പം അതിൻ്റെ വ്യത്യാസം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ക്രിസ്തു കഷ്ടാനുഭവിച്ച് മരിച്ച കാര്യം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കാര്യം, അതുപോലെ മാനസാന്തരപ്പെടേണ്ട കാര്യം, മാനസാന്തരപ്പെടുന്നവർക്ക് ഇടുന്ന പാപമോചനം, ഇത് കേവലം നിങ്ങൾ പഠിച്ച് പ്രസംഗിക്കേണ്ട ആളുകളല്ല, പിന്നെ നിങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഈ വാചകം എന്ത് മനോഹരമാണ്. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ സാക്ഷ്യം ജീവിതസ്പർശനമുള്ളതാണ്. ജീവിതസ്പർശനമുള്ളതാണ്. ആ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാം. നമ്മൾ ഈ 4 കാര്യം ചിന്തിച്ച കൂട്ടത്തിൽ അത് പ്രസംഗിക്കുന്നവർക്കുള്ള ജീവിതപരമായ പ്രാധാന്യവും ചേർത്താണ് ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല എന്ന് കരുതുകയാണ്. ഒരു വാക്യം കൂടെ ഒന്ന് പറയാം. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ 2 വാക്യങ്ങൾ എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്നതായിരിക്കും. എങ്കിലും മനഃപ്പാഠമാക്കി വന്നാൽ എളുപ്പമുണ്ടായിരിക്കും. പ്രവൃത്തിയുള്ള ദിവസം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചോ? 1-ന്റെ 8-ാമത്തെ വാക്യം അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും
യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നാം ഇവിടെ കാണുന്നത്. അതിൽ ഒരു കുറിപ്പൊന്ന് പറഞ്ഞിടാൻ ഞാൻ കർത്താവിടെ പറയുകയാണ്. ആരുടെ സാക്ഷികളാണ് നാം? കർത്താവ് പറയാണ് എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ കർത്താവിനെ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞവർക്ക് കർത്താവിൻ്റെ സാക്ഷികൾ ആകാനായിട്ട് കഴിയുകയുള്ളൂ. ഒരർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയട്ടെ, കർത്താവിനെക്കുറിച്ച് വായിച്ചറിയുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ സാക്ഷികളാകാൻ പറ്റുമോ? പറ്റില്ല. വായിച്ചാൽ കർത്താവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാകും, അറിവ് കിട്ടും. നമ്മളെക്കാളുമൊക്കെ ഈ കാര്യത്തിൽ അറിവുള്ള ആളുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവർക്ക് വായിച്ച് കിട്ടിയിട്ടുള്ളതായ അറിവുകളാണ്. അത് പ്രസംഗിക്കാൻ കുഴപ്പമില്ല, കാരണം വായിച്ച് കിട്ടിയിട്ടുള്ള അറിവും പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പ്രസംഗിക്കാനായിട്ട് പറ്റും. പക്ഷേ അറിവ് കൊണ്ട് ഇത് പറ്റില്ല. കർത്താവിടെ പറയാണ്, ഇതിന് നിങ്ങൾ സാക്ഷികളാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വാചകം പറഞ്ഞോട്ടെ, ഈ കർത്താവിനെ അനുഭവിച്ച് അറിഞ്ഞവർക്ക് കർത്താവിൻ്റെ സാക്ഷികളാകാനായിട്ട് സാധിക്കുകയുള്ളൂ. 34-ാം സങ്കീർത്തനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അത്ര പറ്റിയില്ലെങ്കിലും എൻ്റെ 8-ാം വാക്യം ഇവിടെ ചേർത്ത് ഓർക്കാവുന്ന, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് രുചിച്ചറിഞ്ഞ ആളുകളാണ്. ആ അനുഭവം രുചിച്ചറിഞ്ഞ് നമുക്ക് തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി രുചിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വലിയ രക്ഷയിലുള്ളതായ സന്തോഷമാണ്. ഈ രക്ഷയിലെ സന്തോഷമാണ് മറ്റ് ദുഃഖങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ നമ്മെ ഒരുക്കുന്നതായ വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ഈ രക്ഷ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിൻ്റെ ആ ആസ്വാദ്യതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കട്ടെ. ആ സന്തോഷം ഒരാളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഈ രക്ഷിതാവിനെ സാക്ഷ്യപ്പെടുത്താതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ മഹത്വം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യം വളരെ ധൈര്യത്തോടെ ഏറ്റവും ശക്തിയോടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായ അപ്പോസ്തലന്മാർ ആ കാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പ്രസിദ്ധനല്ലാത്ത ഒരാൾ ഈ വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഈ സാക്ഷ്യം ശക്തിയോടെ നൽകിയിട്ടുള്ളത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ 9-ാം അധ്യായത്തെ മാറ്റി നിർത്തി ഈ സാക്ഷ്യം വഹിക്കുന്നുള്ളതായ കാര്യം മുഴുവൻ വിശദീകരിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ 9-ാം അധ്യായമൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. അവിടെ ആവർത്തിച്ച് സാക്ഷ്യം പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ പേര് നമുക്കറിയാൻ പാടില്ല. പിന്നെ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? പിറവിയിലെ കുരുടനായിരുന്ന ആൾ കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. ഞാനിന്ന് ഈ അധ്യായത്തിലൂടെ പോയപ്പോൾ സാധാരണ അതിൽ ഒരു വാക്ക് സാധാരണ ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ആ അധ്യായത്തിൽ എത്ര വട്ടമാണ് അവൻ ആ കർത്താവിൽ നിന്ന് ലഭിച്ചതായ വലിയ നന്മയുടെ സാക്ഷ്യം ഏറ്റവും
ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ ഒരു കാര്യം ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ നല്ലതാണ്. ഞാൻ അടുത്തുള്ള ക്ലാസ്സിലത് പറയാം. കർത്താവ് അവന് കൊടുത്ത സൗഖ്യം അവൻ ധൈര്യത്തോടെ പറയുന്നുണ്ട്. പിന്നെ സാക്ഷ്യം പറയാനായിട്ട് അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു അവസരം കിട്ടി അല്ലേ? അപ്പോൾ അവർ അത് ഇവൻ ഞങ്ങളുടെ മകനാണ്, ഇവൻ കുരുടനായി ജനിച്ചവനാണ്, അവിടെ വരെ അവർ ധൈര്യമായിട്ട് പറഞ്ഞു. ബാക്കി കാര്യം അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചോളാൻ പറയും. അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതിൻ്റെ കാരണം അടുത്ത വാക്യത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഇവനിത് ധൈര്യത്തോടെ പറയാം. 3-4 വട്ടം അത് പറഞ്ഞു. 4-ാമത്തെ വട്ടം പറയേണ്ട ആവശ്യം വന്നപ്പോൾ അവൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഞാനവിടെ ഓർത്തൊരു കാര്യം, ഈ അനുഭവിച്ചവന് ഈ സാക്ഷ്യം പറയാൻ ഒരു പ്രയാസമില്ല, ഒരു ലജ്ജയുമില്ല. അവൻ്റെ മാതാപിതാക്കൾക്കായിരിക്കും അവൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സന്തോഷമുണ്ടായ ആൾ. പക്ഷേ അവർക്ക് പോലും ഈ സാക്ഷ്യം അങ്ങനെ ധൈര്യത്തോടെ പറയാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഉറപ്പിക്കട്ടെ. ഇത് അനുഭവിച്ചവർക്ക് സാക്ഷ്യം പറയേണ്ടതുപോലെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് കർത്താവ് പറഞ്ഞ ഈ നിയോഗം അതിൻ്റെ എല്ലാ കൃത്യതയിലും നിർവഹിക്കാൻ കഴിയട്ടെ. പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. സുവിശേഷം പറയാൻ പറ്റും കേട്ടോ, എന്നാൽ പ്രസംഗിക്കുക എന്നുള്ളത് എല്ലാവർക്കും പക്ഷേ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ സാക്ഷ്യം പറയാൻ എല്ലാവർക്കും സാധിക്കും. ഈ കുരുടന് പറ്റുമെങ്കിൽ പിന്നെ ആർക്കാ പറ്റില്ലാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുവിശേഷം വന്ന കാലഘട്ടത്തെക്കുറിച്ച് പൊതുവെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യം, അവർ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും സാക്ഷ്യം പറയാൻ അവസരം കിട്ടുന്നിടത്തൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു എൻ്റെ ഒരു അപ്പച്ചൻ്റെ പെങ്ങളാണ് ആദ്യം വിശ്വാസത്തിൽ വന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ. അപ്പോൾ ആ സഹോദരി വിശ്വാസത്തിൽ വരാൻ മുഖാന്തരം അവർ വീട്ടിൽ വൈക്കോൽ വാങ്ങാൻ വന്നൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പോൾ ആ സാക്ഷ്യം വിശ്വാസത്തിലേക്ക് നയിച്ചു, രക്ഷിക്കപ്പെടാനിടയായിട്ട് തീർന്നു. അപ്പോൾ നാം സാധാരണ ജീവിതത്തിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. അത് മറ്റ് സാക്ഷികളെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ കാര്യത്തിലും നമുക്ക് ശുഷ്കാന്തിയോടുകൂടി ഈ നാടുകളിൽ ആയിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കുറച്ച് വിശദീകരണം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.